മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് സംഘടിപ്പിക്കുക എന്ന് ഔദ്യോഗികമായി സർക്കുലർ വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ സാധാരണ ലാബ് എക്സാം നടത്തുന്നത് പോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് നേരിട്ട് നൽകുന്നു. നിങ്ങൾ ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലാബ് ചെയ്യുന്നു, ആൻസർ സ്ക്രിപ്റ്റ് രേഖപ്പെടുത്തുന്നു. അത്തരത്തിലാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. വിദ്യാർത്ഥികൾക്ക് ഒത്തിരി നേട്ടവും, എന്നാൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ എക്സാമിനേഴ്സിന് കുറച്ച് പണിയും ഉള്ളതാണ് ഈ സോഫ്റ്റ്വെയർ വഴിയുള്ള എക്സാമിനേഷൻ. ചുരുക്കി പറഞ്ഞാൽ അധ്യാപകർക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, കുട്ടികൾക്ക് വർക്ക് ചെയ്യേണ്ട അവസ്ഥ കുറയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്പർ ഓഫ് ലാബുകളുടെ എണ്ണം. കഴിഞ്ഞ വർഷം പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് 10 മുതൽ 12 ലാബ് വരെ കുട്ടികൾ പഠിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വർഷം ലാബുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. 8 ലാബുകൾ മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മതി. നിങ്ങളുടെ സ്കൂളുകളിൽ 10 ലാബ്, 12 ലാബ്, 14 ലാബൊക്കെ പഠിപ്പിച്ച സ്കൂളുകൾ കാണും. ചില സ്കൂളുകളിൽ അതിൽ കുറവ് പഠിപ്പിച്ചതും കാണും. എന്തായാലും എക്സാമിനേഷന് വേണ്ടി 8 ലാബാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഏത് ലാബ്? ഏകദേശം 20-ലധികം ലാബുകൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ അധ്യാപകർ പറയുന്ന 8 ലാബാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ സ്കൂളിലെ ലാബ് ആയിരിക്കത്തില്ല തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപകർ പറയുന്നത്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ചൂസ് ചെയ്യാം. അവർ ആവശ്യപ്പെടുന്ന 8 ലാബാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാം, ടീച്ചർ ഇന്ന ലാബ് നമുക്ക് പഠിക്കാൻ പരീക്ഷയ്ക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടാൽ അവർ തന്നിരിക്കും. എന്തായാലും ഒരു സ്കൂളിന് മൊത്തത്തിൽ ഒരു 8 ലാബ് നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് തീരുമാനിക്കും. ഫസ്റ്റ് ഇയറിലെ 4 ലാബ്, സെക്കൻഡ് ഇയറിലെ 4 ലാബ്. ലാബ് 0 അതിനകത്ത് ഉൾപ്പെടില്ല. നോട്ട് ദ പോയിന്റ്. സോ ഫസ്റ്റ് ഇയറിലെ 4 ലാബ്, ലാബ് 0 ഒഴികെ 4 ലാബ് വേണം. സെക്കൻഡ് ഇയറിലെ 4 ലാബ്. ഈ 8 ലാബ് നിങ്ങളുടെ ടീച്ചറിന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഈ 8 ലാബ് ടീച്ചർ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ആ 8 ലാബിലെ ഏതെങ്കിലും 6 ലാബ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത 6 ലാബ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ 6 ലാബ് ഇൻക്ലൂഡ് എന്താണ് ഈ 8 ലാബിനകത്തുള്ള ഏതെങ്കിലും 6 ലാബ് അതായിരിക്കും ഓരോ കുട്ടികൾക്കും കിട്ടുന്നത്. സോ ഈ 6 ലാബിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ടീച്ചർ 8 എടുക്കുന്നു, ആ 8-ൽ നിന്ന് സോഫ്റ്റ്വെയർ 6 എടുക്കുന്നു, ആ 6-ൽ നിന്ന് 4 എണ്ണം ആരെടുക്കുന്നു? നിങ്ങൾ എടുക്കുന്നു. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും 4 ലാബ് മാത്രം ആൻസർ ചെയ്താൽ മതി. 6 ലാബിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ബെസ്റ്റ് ഓഫ് 4 ഏറ്റവും മികച്ച രീതിയിൽ എഴുതുന്ന 4 ലാബ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ 4 ലാബ് വൃത്തിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ 4 ലാബ് ഏതൊക്കെയെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് 6 ലാബ് നൽകും. ചുരുക്കി പറഞ്ഞാൽ 8 ലാബ് പഠിക്കാൻ പറഞ്ഞാൽ വളരെ തറവായിട്ട് നിങ്ങൾ 6 ലാബ് പഠിച്ചാലും ഓക്കെയാണ്. ചോയ്സ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചോയ്സ് കിട്ടിയെന്നിരിക്കും. അപ്പോൾ 6 ലാബ് തറവായി പഠിക്കുക. ബാക്കി 2 ലാബ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. 8 ലാബ് എന്തായാലും പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ചില 1-2 ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാലും പണി കിട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 8 ലാബ് ടീച്ചർ പറയുന്നതിൽ 6 ലാബ് തറവായി പഠിക്കുക. 2 ലാബ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഏതൊക്കെ ലാബായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയാം. എങ്കിലും എക്സാമിനേഷന് നിങ്ങളുടെ ടീച്ചേഴ്സ് ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലാബുകളാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഇയറിൽ ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ലാബ്. ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. ലാബ് 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഈ 4 ലാബും എടുക്കുന്നതാണ് ഏറ്റവും ഈസി. ഫസ്റ്റ് ഇയറിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള 4 ലാബ്. ചില സ്കൂളുകളിൽ ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച് അത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ലാബാണ്. കഴിഞ്ഞ വർഷമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ചിലർ അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്കവാറും കോണിക് സെക്ഷൻ എന്നൊരു ലാബായിരിക്കും ഉൾപ്പെടുത്താൻ സാധ്യത. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു 3D, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റ്സ്. ഈ 3 മാറി മാറി വരാം. 99% സ്കൂളുകളിലും ലാബ് 1, ലാബ് 2, ലാബ് 4 ഇത് കോമൺ ലാബാണ്. ലാബ് 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആണ്. ആ ലാബ് 3യുടെ കാര്യത്തിൽ മാത്രമേ ഒരു ആശങ്കയുള്ളൂ. ചിലപ്പോൾ എന്താണ് ലാബ് 3ക്ക് പകരം കോണിക് സെക്ഷൻ എന്ന ലാബ് 9 അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന ലാബ് 12 അല്ലെങ്കിൽ ലാബ് 13 ലിമിറ്റ്സ് ഇതിലേതെങ്കിലും ഒന്ന് മാറി വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ 4-ൽ നിങ്ങൾ 3 എണ്ണം പഠിച്ചാൽ മതി തറവായിട്ട്. ലാബ് 1, ലാബ് 2, ലാബ് 4. സെക്കൻഡ് ഇയറിൽ ഒത്തിരി ലാബുകളുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാബുകളായിട്ട് എനിക്ക് തോന്നുന്നത് 1 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ലാബ് 27 ആണ്. നെക്സ്റ്റ് ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ലാബ് 42
ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ലാബ് ആയി കഴിഞ്ഞു. ഈ 3ഉം തഹവായിട്ട് പഠിക്കുക. ഇനി 4ാമത്തെ ഓപ്ഷൻ മിക്കവാറും സ്കൂളുകളിൽ മാക്സിമം ആൻഡ് മിനിമ ആയിരിക്കും. കാരണം ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലാബാണ് മാക്സിമം ആൻഡ് മിനിമ. അപ്പോൾ മാക്സിമം ആൻഡ് മിനിമ ആയിരിക്കാനാണ് സാധ്യത. ചിലപ്പോൾ മാക്സിമം ആൻഡ് മിനിമ ഒഴിവാക്കുകയാണെങ്കിൽ ലാബ് 18 സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ലാബ് 18 ഫംഗ്ഷൻസ് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. എങ്കിൽ ലാബ് 18 ഫംഗ്ഷൻസ്, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലായിരിക്കും സെക്കൻഡ് ഇയറിലെ ലാബ് ചൂസ് ചെയ്യുന്നത്. 3 ലാബ് മിക്കവാറും എല്ലാ സ്കൂളുകളിലും കോമൺ ആയിരിക്കും. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്. ആ 4ാമത്തെ ലാബിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഇവിടെയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ലാബ് തഹവായി പഠിക്കുക. അപ്പോൾ എക്സാമിനേഷന് ഈ വർഷം ചുരുക്കി പറഞ്ഞാൽ 6 ലാബ് കാര്യമായിട്ട് പഠിച്ചാൽ മതി. 8 ലാബ് പഠിക്കണം. 6 ലാബ് പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഓരോ ലാബിൽ നിന്നും നിങ്ങൾക്കറിയാം എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അങ്ങനെ 4 ലാബ് ഭംഗിയായിട്ട് പൂർണ്ണമായും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടി 32 മാർക്സ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40 മാർക്കിനാണ്. 32ൽ പിന്നെ എന്തുണ്ട്? 4 മാർക്ക്. 4 മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ലാബുകളെ ബേസ് ചെയ്ത് ചില തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണെങ്കിൽ ഏരിയ കാണുന്ന ഫോർമുല, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x between the line x equal to a, x equal to b and x axis എന്താണ് ഫോർമുല? ഇന്റഗ്രൽ a to b y dx എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ? നമുക്ക് ഡൊമൈൻ റേഞ്ച് ചോദിക്കുമ്പോൾ എന്താണ് ഡൊമൈൻ എന്ന ആശയം, എന്താണ് റേഞ്ച് എന്ന ആശയം, ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടി 4 മാർക്ക്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ബുക്ക്, റെക്കോർഡ് ബുക്ക് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ബുക്ക്, അത് സർട്ടിഫൈ ചെയ്തത് നിങ്ങൾ എക്സാമിനേഷൻ നടത്തുന്ന ദിവസം അവിടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ കൺസേൺഡ് അധ്യാപക സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് ബുക്ക് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ എക്സാമിനറെ കാണിച്ച് അത് വെരിഫൈ ചെയ്ത് അവർ നിങ്ങൾക്ക് 4 മാർക്ക്, അങ്ങനെ 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരു ടെൻഷനുമില്ല. എക്സാമിനേഷൻ ഹാളിൽ കയറുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലാപ്ടോപ്പ് ഒക്കെ ഓൺ ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ IT എക്സാമിനേഷൻ ചെയ്തതുപോലെയാണ്. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സെലക്ട് യുവർ ക്വസ്റ്റ്യൻ എന്ന സംഭവം വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 6 ലാബിലെ ക്വസ്റ്റ്യൻ കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ലാബ് ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ജിയോജിബ്രയുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്തിട്ട് എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം. അല്ലെ, ഓൺലൈൻ ആണ് എക്സാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ എന്ന് വേണ്ട. സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന എക്സാം, ഓൺലൈൻ എക്സാം എന്നല്ല, സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നടത്തുന്ന ഒരു എക്സാം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആൻസേഴ്സ് എല്ലാം ആൻസർ സ്ക്രിപ്റ്റിൽ പഴയതുപോലെ രേഖപ്പെടുത്തുകയും വേണം. എക്സാമിനേഷൻ കഴിയുന്നു, ടൈമറൊക്കെ അവിടെ ഓടും. അത് നമ്മുടെ വിഷയമല്ല. 3 hours ആണ് നമ്മുടെ ടോട്ടൽ ടൈം. നമ്മൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും. എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ടീച്ചറെയും എക്സ്റ്റേണൽ എക്സാമിനറെയും കാണിച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. സംഭവം കഴിഞ്ഞു. നമ്മുടെ ഈ എക്സാമിനേഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി തീർച്ചയായും ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇന്റേണൽ എക്സാമിനേഴ്സിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു സംഗതി മാത്രമാണ് ഈ വർഷം എക്സ്ട്രാ ആ ഒരു പണിയായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഹാർഡ് കോപ്പിക്ക് പകരം സോഫ്റ്റ് കോപ്പി കയ്യിൽ നൽകുന്നു എന്നൊരു വ്യത്യാസം മാത്രം. ഇതിന്റെ നേട്ടം ഒരുപാടുണ്ട്. നമ്മുടെ പല കമാൻഡ്സും നമ്മളെന്താണ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം കോപ്പി പേസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരുപാട് കണ്ടീഷൻ x + 2y <= 5 ആൻഡ് ഇങ്ങനെ കണക്റ്റിംഗ് സംഭവം കൊടുത്താണ് അവിടെ കമാൻഡ് കൊടുക്കുന്ന ഇൻപുട്ട് ഭാഗം. അതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം. അല്ലെ, വളരെ ലെങ്തി ആയിട്ടുള്ള f of x = x³ - 3x² + 36x - 72 മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതൊന്നും ടൈപ്പ് ചെയ്യേണ്ട. പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള ഒരു നേട്ടം ഈ ഒരു സോഫ്റ്റ്വെയർ വഴി എക്സാമിനേഷൻ നടത്തുമ്പോഴുണ്ട്. വേറെ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇതിന് മുന്നോടിയായി, പബ്ലിക് പ്രാക്ടിക്കലിന് മുന്നോടിയായി ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കൂളുകളിൽ ഒരു മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടത്തുവാൻ സാധ്യതയുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇത് വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ലാബുകളുടെ എണ്ണം കുറവ്, കമാൻഡുകൾ ടൈപ്പ് ചെയ്യാനുള്ള സമയനഷ്ടം നമുക്ക് നേട്ടമാണ്. അങ്ങനെ പലവിധ നേട്ടങ്ങളുണ്ട് സോഫ്റ്റ്വെയർ വഴി എക്സാമിനേഷൻ നടത്തുമ്പോൾ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 2023-2024 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ വർഷങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അതേ പാറ്റേണിലുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2025ലും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിക്കുക. ഈ 2 വർഷത്തെയും പബ്ലിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാണുക.
അതുപോലെ തന്നെ ഈ വർഷം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ ആവശ്യപ്പെടുന്ന 8 ലാബ് ഏതായാലും ആ ലാബുകളെല്ലാം നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ലാബിന്റെയും കംപ്ലീറ്റ് ആക്ടിവിറ്റീസും വിശദമായി വിത്ത് ഡീറ്റെയിൽഡ് തിയറി പറഞ്ഞുകൊണ്ട് തന്നെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ 2024-2025 എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലാബുകളുടെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ആവശ്യമാണെങ്കിൽ ആ ലാബ് ക്ലാസ്സുകൾ കൂടെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ 6 ലാബ് മസ്റ്റായിട്ട് നീറ്റായിട്ട് പഠിക്കാൻ പറഞ്ഞില്ലേ, അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കൂടെ കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 100% ഷുവർ. നെക്സ്റ്റ് ഡേ വീഡിയോ ക്ലാസ്, അതായത് ലാബ് എക്സാമിനേഷൻ സഹായകരമാകുന്ന പുതിയ വീഡിയോ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.